സൗദി അറേബ്യ ലോക സമാധാന വേദിയാവുകയാണ്. കഴിഞ്ഞ 3 വർഷമായി നടന്നുവരുന്ന ഉക്രൈൻ റഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവസാനഘട്ട ചർച്ച സൗദി അറേബ്യയിൽ ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായി അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ജിദ്ദയിലെത്തിയിരിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നു. സമാധാനവും ശാന്തിയും പുലരണമെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളെ കൂട്ടുപിടിക്കണമെന്ന് മുൻപ് അമേരിക്കയുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വലിയ രീതിയിലെ വിവാദത്തിൽ അവസാനിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് കൃത്യം എന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ഖത്തറോ സൗദി അറേബ്യ ഇല്ലാതെ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും പ്രസിദ്ധരായിരിക്കുന്ന രാഷ്ട്രങ്ങൾക്കിടയിൽ സമാധാനം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്ന് ലോകം അടയാളപ്പെടുത്തിയ കാലത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോരുന്നത്. അമേരിക്കയും ഇറാൻ തമ്മിൽ വിഷയമുണ്ടാകുന്ന സമയത്തും അമേരിക്കയും മറ്റു ഏതെങ്കിലും രാജ്യങ്ങളും വിഷയമുണ്ടാകുന്ന സമയത്തൊക്കെ പരിഹാരം തേടിയെത്തുന്നത് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞു രാജ്യങ്ങളിലാണ്. അവരാണെങ്കിൽ ലോകത്തെ വലിയ സൈനിക ശക്തിയുടെ ലിസ്റ്റിലൊന്നും അവരുടെ പേര് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറത്താൻ തയ്യാറായിട്ട് രാജ കുടുംബവും രാജ സംവിധാനവും തയ്യാറായി നിൽക്കുന്ന തരത്തിലാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. കഴിഞ്ഞ 3 വർഷം മരണപ്പെട്ട സൈനികരുടെ എണ്ണത്തെക്കുറിച്ചോ നാശനഷ്ടത്തെക്കുറിച്ചോ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസത്തെക്കുറിച്ചോ ഒരു കൃത്യതയും ഇപ്പോഴും ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല. ഏറെക്കുറെ 2 രാജ്യങ്ങളും അതിന്റെ രഹസ്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് പുറത്ത് അറിയാവുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് പ്രസിദ്ധീകരണത്തിന് എത്തിയിരിക്കുന്നത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. യുദ്ധമേഖലയിൽ നേരിട്ട് കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ ഏറെക്കുറെ ഉക്രൈനും റഷ്യയുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. എന്നാൽ പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് അപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഗാസയുടെ ഭാഗങ്ങളിലും ഇസ്രായേലും ഉണ്ട്. ഇസ്രായേൽ ഉള്ളത് ഏറെക്കുറെ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന റിപ്പോർട്ടാണ് ചെയ്യുന്നത് എങ്കിൽ പോലും ഗാസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യത എഴുതാൻ വേണ്ടി പല ആളുകളും തയ്യാറാകുന്നു എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഇവിടേക്ക് ജിദ്ദയിലേക്ക് വരുന്ന സമയത്ത് ലോകത്ത് ഇന്ന് നടക്കുന്ന അല്ലെങ്കിൽ 1ഉം 2ഉം ലോക യുദ്ധകാലങ്ങളിലൊക്കെ ലോകത്ത് കീമേൽ മറിക്കപ്പെട്ട വലിയ ശക്തിയുള്ള രാജ്യങ്ങൾ അമേരിക്കയും റഷ്യയും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ഇറ്റലിയും അടക്കമുള്ള വമ്പൻ രാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങനെയാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ ഒത്തുചേരുന്നത് അമേരിക്കയും റഷ്യയുമാണ്, കൂടെ ഉക്രൈന്റെ പ്രതിനിധിയും. ഉക്രൈൻ പ്രതിനിധിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വന്നിട്ടില്ല. ഏതാണെങ്കിലും അമേരിക്ക വലിയ വിശ്വാസ്യത സൗദി അറേബ്യയിൽ അർപ്പിച്ചിട്ടുണ്ട്. റഷ്യയുമായിട്ട് വലിയ ബന്ധം സൗദി അറേബ്യക്കുണ്ട്. ആയുധ സംബന്ധമായിരിക്കുന്ന ഇടപാട് പോലും റഷ്യയുമായിട്ടുണ്ട് എന്നുള്ളത് ഇതിന് മുൻപ് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ്. വലിയ വലിയ സൗഹൃദ ബന്ധം ഉണ്ടാക്കുന്നു. അതിന് ഏറെക്കുറെ ഇന്നത് തീരുമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചർച്ച, അതായത് അവസാനഘട്ട ചർച്ച എന്ന തരത്തിലാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. യുഎസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സൈനിക വിമാനത്തിൽ ജിദ്ദയിൽ എത്തിയിരിക്കുന്ന വിവരം പുറത്തു വന്നു. അതോടൊപ്പം തന്നെ റഷ്യയുടെ പ്രതിനിധി എത്തിയിരിക്കുന്ന വിവരം പുറത്തു വന്നു. മധ്യസ്ഥരായി അവിടുത്തെ ഇപ്പോഴത്തെ ഭരണാധികാരിയുടെ മകനായിരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് മധ്യസ്ഥതയ്ക്ക് നേതൃത്വം നൽകുകയും പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു രൂപം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് 2-3 വിഷയങ്ങളും ഇപ്പോൾ ഉക്രൈനെ വലിയ രീതിയിൽ പ്രതിസന്ധിയായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് അമേരിക്ക സഹായം നിർത്തിവെച്ച് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ യുദ്ധം തുടങ്ങിയത് തന്നെ അമേരിക്കയുടെ വലിയ രീതിയിലുള്ള പിന്തുണയോട് കൂടിയാണ്. പക്ഷേ അന്ന് ബൈഡൻ ആയിരുന്നു പ്രസിഡന്റ്. ഭരണം മാറിയതോടുകൂടി ട്രംപ് അധികാരത്തിലേറിയതോടുകൂടി ഉക്രൈനുമായിട്ടുള്ള ബന്ധത്തിന് വലിയ രീതിയിൽ അകൽച്ച വന്നു. ന്യൂയോർക്കിൽ വെച്ച് അവർ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളിൽ അടിച്ചു പിരിഞ്ഞ സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റായിരിക്കുന്ന വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുണ്ടായത്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള ദിവസമാണ്. സൈനിക സഹായം പാടെ നിർത്തിവെക്കുകയും ഇന്റലിജൻസ് വിവരങ്ങൾ അമേരിക്ക ഉക്രൈന് നൽകാതിരിക്കുകയും ചെയ്തതോടുകൂടി ഉക്രൈൻ പ്രതിസന്ധിയിലായി. ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റഷ്യൻ സൈന്യം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ കീവ് എന്ന് പറയുന്ന തലസ്ഥാന നഗരിയോട് ചേർന്നുകൊണ്ട് നടത്തി. വലിയ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം പല മേഖലയും തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളതും വലിയ രീതിയിലുള്ള മരണങ്ങളും ആ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഉക്രൈനുമായി സൗദി അറേബ്യ സംസാരിച്ചു. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി സംസാരിച്ചതിൽ
ഏറെക്കുറെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന തരത്തിലുള്ള മറുപടി ഉക്രൈന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഉക്രൈൻ ഒഴിവാക്കിയുള്ള ചർച്ചയാണ് അമേരിക്ക ഉദ്ദേശിച്ചത്. അമേരിക്ക റഷ്യ തമ്മിൽ നേരിട്ട് ചർച്ച നടത്തി പരിഹരിക്കുക എന്നുള്ള തരത്തിലായിരുന്നു. എന്നാൽ ഉക്രൈൻ ഇതിനോട് സഹകരിക്കാതെന്ന സമയത്താണ് റൂട്ട് മാറ്റിപ്പിടിച്ചുകൊണ്ട് സൗദി അറേബ്യ മധ്യസ്ഥതാക്കുന്നു, അങ്ങനെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ യുദ്ധം അവസാനിക്കണം എന്നുള്ളിടത്തേക്ക് ഏറെക്കുറെ ഉക്രൈൻ എത്തിയിരിക്കുന്നു, അങ്ങനെ തന്നെ റഷ്യ എത്തിയിരിക്കുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് സൗദി അറേബ്യ ആദ്യഘട്ടത്തിൽ ഒരു ചർച്ച നടത്തിയതിൽ വിട്ടുവീഴ്ച സംബന്ധമായിരിക്കുന്ന കാര്യം, യുദ്ധവിരാമത്തിന് അന്നും രണ്ടു കൂട്ടരും തയ്യാറായിരുന്നു. പിടിച്ചെടുത്ത പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ ഉണ്ടായത്. തങ്ങളുടെ കൈവശത്തിലുള്ള പ്രദേശം വിട്ടുതരില്ലെന്ന് റഷ്യയും, തങ്ങളുടെ പ്രദേശം റഷ്യ പിടിച്ചെടുത്തതാണ്, അത് തങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാണ്, അവിടെ നിന്ന് അവർ ഒയ്യണമെന്ന് ഉക്രൈൻ പറഞ്ഞപ്പോൾ അത് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടാക്കി. പ്രശ്നത്തിൽ ഇടപെടുന്ന മധ്യസ്ഥരെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം അവിടെ യഥാർത്ഥത്തിൽ ചർച്ച അവസാനിക്കുകയായിരുന്നു. പിന്നീട് യുദ്ധം കഠിനമായി, വലിയ രീതിയിലുള്ള മരണങ്ങളും നാശങ്ങളും നഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. അതിനോടനുബന്ധിച്ചൊക്കെ വലിയ സഹായങ്ങൾ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഭാഗത്തു നിന്നൊക്കെ കിട്ടുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതിൽ കടന്നിരിക്കുന്ന സ്ഥിതിയാണ്. 4ാമത്തെ വർഷത്തിൽ എത്തിയിരിക്കുന്ന സമയത്ത് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക രംഗം തകർന്നടിഞ്ഞിരിക്കുന്നു, തൊഴിൽ രംഗം ഇല്ലാതായിരിക്കുന്നു, അവിടെ കറൻസിയുടെ മൂല്യങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു, ജനങ്ങൾ പരസ്പരം വിശ്വാസമില്ലാത്ത സ്ഥിതി വരുന്നു, പുരുഷന്മാർക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്നു. കാര്യം പറയുന്നത് അവരെ പിടിച്ചുകൊണ്ടുപോയി സൈനികർ പിടിച്ചുകൊണ്ടുപോയിട്ട് അവരെ യൂണിഫോം ഇട്ട് യുദ്ധത്തിന് പറഞ്ഞേക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞേക്കുന്ന പരമാവധി ആൾക്കാരൊക്കെ മരണപ്പെടുന്നു, അല്ലെങ്കിൽ അവരെക്കുറിച്ച് വിവരം ഇല്ലാതാവുന്നു, ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംവിധാനം ഇല്ലാതാവുന്നു. അങ്ങനെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു മേഖലയായി യഥാർത്ഥത്തിൽ ഉക്രൈൻ മാറിയിരിക്കുന്നു. അതിനപ്പുറമായ രീതിയിൽ എങ്ങനെയും പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുമായിട്ട് തെറ്റാനുള്ള കാരണം. അപ്പൊ അമേരിക്ക നൽകുന്ന പോലെയുള്ള പരസ്യമായിരിക്കുന്ന ഒരു പിന്തുണയും സഹായവും സാമ്പത്തികമായിരിക്കുന്ന സഹായങ്ങളൊന്നും നൽകാൻ വേണ്ടി യൂറോപ്യൻ യൂണിയൻ സാധിക്കുന്നില്ല. ആ രാജ്യം തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഉക്രൈനെ സഹായിക്കാൻ പറ്റുക എന്നുള്ളതാണ് അവിടുത്തെ ഭരണാധികാരികൾ തന്നെ ചോദിക്കുന്നത്. ഇങ്ങനെയെല്ലാം കൂടി നിൽക്കുന്ന സമയത്താണ് ലോകത്താകമാനം ബാധിക്കപ്പെട്ട യുദ്ധങ്ങളുടെ ഭാഗമായിട്ട് തന്നെ യഥാർത്ഥത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധങ്ങളുണ്ട്. കാര്യം എന്ന് പറയുന്നത് റഷ്യയുടെ അകത്ത് പോലും സൈനികരുടെ കുറവുണ്ട് എന്ന തരത്തിലാണ്. എല്ലാവിധ തന്ത്രങ്ങളും ശക്തിയും പ്രയോഗിച്ചുള്ള ഒരു യുദ്ധമാണ് റഷ്യയും ഉക്രൈനും തമ്മിൽ നടക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അവസാനഘട്ട വിജയം എന്ന നിലക്ക് ആണവായുധം റഷ്യ പ്രയോഗിക്കുമോ എന്നൊരു ഭയപ്പാട് ഉക്രൈനുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട്, അത് അമേരിക്കക്കുമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രീതികൾക്ക് വലിയ മാറ്റങ്ങൾ വരും. അമേരിക്ക ചിന്തിക്കുന്നത് ഈ തരത്തിലാണ്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി അമേരിക്കയെ മാറ്റിയത് 2ാം ലോക യുദ്ധത്തിൽ ജപ്പാനിൽ ഉപയോഗിച്ച ആണവ സ്ഫോടനം കൊണ്ട് മാത്രമാണ്. അല്ലാതെ വലിയ രീതിയിൽ പതിറ്റാണ്ടുകളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നീണ്ടുന്ന യുദ്ധമൊന്നും അമേരിക്ക ഒരു രാജ്യത്തും ഒരു കാലത്തും ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്ന് മാത്രമല്ല, അത് പ്രയോഗിക്കാൻ അവർക്ക് ധൈര്യമുണ്ട് എന്ന് തെളിയിച്ചതാണ് 2ാം ലോക യുദ്ധം. അതോടുകൂടി അത്രയും കാലം ഉണ്ടായിരുന്ന സൈനിക ശക്തിയും ബലവുമുള്ള ബ്രിട്ടൻ അടക്കം കീഴപ്പോവുകയും അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ആ വേണ്ടി വന്നാൽ തങ്ങൾ ഇനിയും പ്രയോഗിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് അവർ പറയാറുള്ളതിന്റെ കാരണം ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ പവർ കിട്ടിയ ഒരു വിഷയം എന്ന നിലക്ക് ഇതേ പ്രയോഗം റഷ്യ നടത്തി കഴിഞ്ഞാൽ അമേരിക്ക താഴെ പോവുകയും റഷ്യ ഉയർന്നു വരികയും ചെയ്യും എന്നൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട്. ആണവായുധം അമേരിക്കയേക്കാൾ കൂടുതലുള്ളത് റഷ്യയുടെ കയ്യിലാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലോകത്താകമാനമുള്ള ആണവായുധത്തിന്റെ പകുതിയിലധികം റഷ്യയുടെ കൈവശത്തിലാണ്. അത് പ്രയോഗിക്കാൻ വേണ്ടി ധൈര്യം ഉള്ള വ്യക്തി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അവസാന ഘട്ടം എന്ന നിലക്ക് പ്രയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്താവും? കൂടുതൽ ആണവായുധമുള്ള തങ്ങളുടെ രാജ്യമാണ് എന്നുള്ളതും തങ്ങൾ ഉക്രൈനെ കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞാൽ പിന്നീട് ചുറ്റുഭാഗമുള്ള അതിർത്തി പങ്കിടുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അത് വലിയ ഭയപ്പാടുണ്ടാക്കും. ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ആണവായുധം എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടല്ല കാണുന്നത്, വളരെ ഗൗരവത്തിലാണ് അമേരിക്ക കാണുന്നത്. അങ്ങനെ ഒരു പ്രയോഗം റഷ്യ നടത്തി കഴിഞ്ഞാൽ റഷ്യക്ക് വലിയ രീതിയിൽ ആധിപത്യം ഉണ്ടാവുകയും അമേരിക്ക റഷ്യയുടെ കീഴെ നിൽക്കേണ്ട സ്ഥിതി, ഇന്ന് എങ്ങനെയാണോ അമേരിക്കയും റഷ്യ നിൽക്കുന്നത്, അമേരിക്കയുടെ കീഴെ അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക ബലത്തിന്റെ താഴെ റഷ്യക്കുണ്ടാകുന്ന ആ സ്ഥാനം നേരെ തിരിഞ്ഞു വരും എന്നുള്ളൊരു ഭയപ്പാടുള്ളതിനാലാണ് പാഞ്ഞു ചെന്നുകൊണ്ട്
ഈ യുദ്ധവിരാമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അമേരിക്ക ദ്രുതഗതിയിൽ നടത്തിയത്. അത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാൻ പല ഘട്ടത്തിലും ഉക്രൈനോട് പറയുന്നതിന്റെ കാരണം ഇതാണ്. അപ്പോ ഈ അവസാന ഘട്ടം എന്ന നിലക്ക് ട്രംപ് പറഞ്ഞത് തങ്ങൾ സഹായിച്ച പണത്തിന് പലിശ അടക്കം തിരിച്ചു തരികയും അതല്ലെങ്കിൽ അവിടുത്തെ ധാതു ലവണങ്ങൾ തങ്ങൾക്ക് എടുക്കാനുള്ള അനുവാദം നൽകണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാന വിഷയമായതുകൊണ്ട് അവരെ സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോലും നിലനിൽപ്പില്ലാത്തൊരു സാഹചര്യം വന്നാൽ സമ്മതിക്കാതെ മറ്റൊരു പോംവഴിയുമില്ല എന്നുള്ളിടത്തേക്കാണ്. ഏതായിരുന്നാലും ലോകത്തിന്റെ കണ്ണുകൾ ഇന്ന് സൗദി അറേബ്യയിലേക്ക് നോക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടതിന്റെ അവസാനത്തെ തീരുമാനങ്ങളും നിലപാടുകളും യഥാർത്ഥത്തിൽ സൗദി അറേബ്യയിൽ വെച്ച് ഉണ്ടാവുമെന്നുള്ളതും ഏറെക്കുറെ യുദ്ധവിരാമം ഉണ്ടാവാനുള്ള സാധ്യതകൾ രാഷ്ട്ര നിരീക്ഷകർ കരുതുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾക്ക് യുദ്ധം മതിയായിട്ടുണ്ട്. മാത്രവുമല്ല ലോകത്താകമാനം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് മറ്റ് രാഷ്ട്രങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ യുദ്ധത്തിന്റെ വിരാമവും യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ അവസാനം ഉണ്ടാവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.